നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. പുത്തഞ്ചിറ പഞ്ചായത്തിൽ തോട്ടിലെ ചെളിമണ്ണ് സ്വകാര്യ വ്യക്തി കോരി മാറ്റിയതായി പരാതി. മേക്കാളി പേന്തുരുത്ത് തോട്ടിലെ ചെളിയാണ് കോരി മാറ്റിയത്. തൃശൂർ കാഞ്ഞാണിയിൽ ആംബുലൻസ് തടഞ്ഞുള്ള ബസ്സുകളുടെ മത്സരയോട്ടം. അത്യാസന്ന നിലയിലായ രോഗിയുമായി ആംബുലൻസിനെ കാഞ്ഞാണി സിംല തിയേറ്ററിന് മുന്നിൽ വഴിമുടക്കിയ 3 സ്വകാര്യ ബസ്സുകൾക്കെതിരെ പോലീസ് നടപടിയെടുത്തു. എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ ബോട്ടും മത്സ്യത്തൊഴിലാളികളെയും അഴീക്കോട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ സംഘം രക്ഷപ്പെടുത്തി. അഴീക്കോട് സ്വദേശി പ്രവീണിന്റെ ഉടമസ്ഥതയിലുള്ള മെലൂഹ ബോട്ടും തൊഴിലാളികളെയുമാണ് ഫിഷറീസ് സംഘം രക്ഷപ്പെടുത്തിയത്. വാർത്തകൾ വിശദമായി. പുത്തഞ്ചിറ പഞ്ചായത്തിൽ തോട്ടിലെ ചെളിമണ്ണ് സ്വകാര്യ വ്യക്തി കോരി മാറ്റിയതായി പരാതി. പഞ്ചായത്തിന്റെ അധീനതയിലുള്ള 8, 9 വാർഡുകളിൽപ്പെടുന്ന മേക്കാളി പേന്തുരുത്ത് തോട്ടിലെ ചെളിയാണ് പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ JCB ഉപയോഗിച്ച് കോരി മാറ്റിയതെന്നാണ് ആരോപണം. ചെളി തോടിന്റെ വരമ്പിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. ഇതോടെ നടവരമ്പും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. മാത്രമല്ല, ഇത്തരത്തിൽ ചെളി കോരിയെടുത്താൽ തോട്ടിലെ ആഴം വർദ്ധിക്കുകയും തന്മൂലം തോട്ടിലേക്ക് ഉപ്പുവെള്ളം കയറുകയും ചെയ്യും. ഇത് സമീപത്തെ മേക്കാളിപ്പാടം, കുന്നത്തേരിപ്പാടം, പാലിയൻ പാടശേഖരങ്ങളിലെ കൃഷിയെ ബാധിക്കും. സമീപ പ്രദേശങ്ങളിലുള്ള കിണറുകളിലും ഉപ്പുവെള്ള ഭീഷണി ഉണ്ടാകും എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇത് പ്രൈവറ്റ് പാർട്ടികളാണ് ഇപ്പോൾ ഈ ചെടി ഇട്ടുകൊണ്ടാണ് മാറ്റിയേക്കുന്നത്. അതും പഞ്ചായത്തിൻ്റെ തോടാണ്. ഇത് അനധികൃതമായിട്ട് ചെയ്തേക്കുന്നത്. ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഇന്ന് ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ നാളെ ഇതിൻ്റെ അപ്പുറത്ത് വരാനുള്ളതാണ്. തന്നെയല്ല ഈ തോട്ടുംപരമ്പിൽ ഉണ്ടാവാൻ. ഇത് ഈ തോട്ടുംപരമ്പ് ഒരു വരുമ്പോഴും എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടതാണ്. പലരുടെ കയ്യിലായിട്ട് നിൽക്കണം. വന്നോ അവനവൻ്റെ മിടുക്ക് അനുസരിച്ചിട്ട് നിൽക്കാം. കുടിവെള്ള പ്രശ്നം കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ വെള്ളം വറ്റി കഴിയുമ്പോൾ ഈ വടക്കോച്ചുകളുടെ ഈ തോടിൻ്റെ ഉള്ളിലുള്ള വെള്ളം വറ്റി കഴിയുമ്പോൾ അപ്പുറത്തുനിന്ന് ഉപ്പ് കയറും. അവിടെ വെള്ളം നിറഞ്ഞ് നിൽക്കുമ്പോൾ ആ വെള്ളം ഇങ്ങോട്ട് തുറന്ന് കയറും. ഇവിടെയുള്ള ആളുകളൊക്കെ ചുറ്റും. അപ്പുറത്തൊരു സ്കൂളുണ്ട്, ഇവിടെ ഒരു അംഗനവാടി ഉണ്ട്. ഇത് ഇവിടെ തന്നെ അങ്ങേ റോട്ടില്ല. ഇതൊക്കെ കുട്ടികൾക്കും ബാക്കിയുള്ളവർക്കും അപ്പുറത്തെ 1,00,000 വീടുകൾ. അങ്ങനെ പല ഇതുള്ള തോടാണ് ഈ തോട്. എത്രയും പെട്ടെന്ന് അനധികൃതമായി തോട്ടിൽ നിന്നും ചെളി കോരി മാറ്റിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. തൃശൂർ കാഞ്ഞാണിയിൽ ആംബുലൻസ് തടഞ്ഞുള്ള ബസ്സുകളുടെ മത്സരയോട്ടം. ബസ്സുകൾക്കെതിരെ കർശന നടപടി. കഴിഞ്ഞ ദിവസമാണ് സംഭവം. അത്യാസന്ന നിലയിലായ രോഗിയുമായി ആംബുലൻസിനെ കാഞ്ഞാണി സിംല തിയേറ്ററിന് മുൻപിൽ വഴിമുടക്കിയ 3 സ്വകാര്യ ബസ്സുകൾക്കെതിരെയാണ് അന്തിക്കാട് പോലീസ് കേസെടുത്തത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നിർദ്ദേശപ്രകാരം അന്തിക്കാട് SHO അജിത്താണ് സെന്റ് മേരീസ്, ശ്രീമുരുക, അനന്തകൃഷ്ണ എന്നീ ബസ്സുകൾ കസ്റ്റഡിയിലെടുത്തത്. ഈ ബസ്സുകളുടെ പെർമിറ്റ് റദ്ദാക്കുന്നതിനും ബസ് ജീവനക്കാരുടെ ലൈസൻസ് റദ്ദാക്കുന്നതിനുമുള്ള ശുപാർശ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് നൽകി. എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ ബോട്ടും 6 മത്സ്യത്തൊഴിലാളികളെയും രക്ഷപ്പെടുത്തി അഴീക്കോട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ സംഘം. അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്നും ഞായറാഴ്ച പുലർച്ചെ മത്സ്യബന്ധനത്തിന് പോയ അഴീക്കോട് സ്വദേശി പ്രവീണിന്റെ ഉടമസ്ഥതയിലുള്ള മെലൂഹ എന്ന ബോട്ടും തൊഴിലാളികളെയുമാണ് ഫിഷറീസ് വകുപ്പിന്റെ ബോട്ട് രക്ഷാപ്രവർത്തനം നടത്തി കരയിലെത്തിച്ചത്. ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സീമ സിയുടെ നിർദ്ദേശാനുസരണം മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ ഷൈബു VM, പ്രശാന്ത് കുമാർ, ഷനിൽ കുമാർ, റെസ്ക്യൂ ഗാർഡ്മാരായ ഫസൽ ഷിഹാബ്, ബോട്ട് സ്ട്രാങ് ദേവസി മുനമ്പം, എഞ്ചിൻ ഡ്രൈവർ റോക്കി എന്നിവരും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. മത്സ്യബന്ധനയാനങ്ങൾ വാർഷിക അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടത്താത്തതും കാലപ്പഴക്കം ചെന്ന മത്സ്യബന്ധനയാനങ്ങൾ ഉപയോഗിച്ച് മത്സ്യബന്ധനത്തിന് പോകുന്നതുകൊണ്ടും കടലിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. ജില്ലയിൽ രക്ഷാപ്രവർത്തനത്തിന് ഫിഷറീസ് വകുപ്പിന്റെ 2 ബോട്ടുകൾ മുനക്കക്കടവിലും അഴീക്കോടും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മറൈൻ എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് ഉൾപ്പെട്ട ഫിഷറീസ് സ്റ്റേഷനും സജ്ജമാണെന്നും തീർത്തും സൗജന്യമായാണ് സർക്കാർ ഈ സേവനം നൽകുന്നതെന്നും ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൽ മജീദ് പോത്തുനൂരാൻ അറിയിച്ചു. അഖിലേന്ത്യാ ശാസ്ത്ര സമ്മേളനത്തിന്റെ ഭാഗമായി
BSS തൃശൂർ ചാപ്റ്റർ ചാലക്കുടി നഗരസഭയുടെ സഹകരണത്തോടെ ടെലിസ്കോപ്പിലൂടെ വാനനിരീക്ഷണം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഇൻചാർജ് ആലിസ് ഷിബു ഉദ്ഘാടനം ചെയ്തു. MLA സനീഷ് കുമാർ ജോസഫ് മുഖ്യാതിഥിയായിരുന്നു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ദീപു ദിനേശ്, ആനിപ്പോൾ, മുൻ നഗരസഭാധ്യക്ഷൻ VO പൈലപ്പൻ, കൗൺസിലർമാരായ ഷിബു വാലപ്പൻ, വത്സൻ ചമ്പക്കര, ജിതി രാജൻ, ബിജി സദാനന്ദൻ, ബിന്ദു ശശികുമാർ, SH കോളേജ് ഭൗതികശാസ്ത്ര വിഭാഗം തലവൻ ഡോക്ടർ നിജോ വർഗീസ്, BSS തൃശൂർ ചാപ്റ്റർ പ്രസിഡന്റ് TK ശ്രീനിവാസൻ, സെക്രട്ടറി R സുനിത, കേരള ചാപ്റ്റർ വൈസ് പ്രസിഡന്റ് ഡോക്ടർ PS ബാബു എന്നിവർ സംസാരിച്ചു. ഇന്ന് നമ്മൾ സംഘടിപ്പിക്കുന്ന ഈ വാനനിരീക്ഷണം നമുക്ക് പ്രധാനമായിട്ടും ആകാശഗോളങ്ങളെ, പ്ലാനറ്റ്സിനെ കാണാൻ പറ്റും. അതിൽ വീനസ് ഉണ്ട്, അതുപോലെ തന്നെ ജൂപ്പിറ്റർ ഉണ്ട്. ജൂപ്പിറ്ററിൻ്റെ 4 മൂൺസിനെ നമ്മൾക്ക് കാണാൻ പറ്റും. ശനിയെ കാണാൻ പറ്റും. വളരെ മനോഹരമായ മറ്റൊരു കാഴ്ച ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയം. ചന്ദ്രനെ കാണുന്നത് ഇന്ന് വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരിക്കും. മാർസിനെ, ചൊവ്വയെ കാണാൻ പറ്റും. നമ്മൾക്ക് എല്ലായ്പ്പോഴും ഇത്തരത്തിലൊരു അസുലഭ മുഹൂർത്തം ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഈ ഒരു പ്രത്യേക ഒരു പീരീഡിലാണ് ഇത്തരത്തിൽ പ്ലാനറ്റ്സുകളെ നമ്മൾക്ക് ഒരുമിച്ച് കാണാൻ സാധിക്കുന്നത്. വെണ്ണൂർ അക്ഷര ഗ്രാമീണ വായനശാല സർഗലയ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ MT വാസുദേവൻ നായർ, P ജയചന്ദ്രൻ അനുസ്മരണം സംഘടിപ്പിച്ചു. സാംസ്കാരിക വേദി പ്രസിഡന്റ് ആന്റണി പ്ലാക്കൽ അധ്യക്ഷത വഹിച്ചു. ദേവസി കുന്നത്ത്, CG ജിതിൻ, ഷലിൻ കല്ലൂർ, ഷീബ ഗിരീശൻ, കലാഭവൻ ഡെൻസൺ, KR ദേവദാസ് എന്നിവർ സംസാരിച്ചു. ഈ സാംസ്കാരിക വേദിയുടെ പ്രധാന ഉദ്ദേശം നാട്ടിലെ സർഗകലാസ്നേഹികളെ, കലയുമായി ബന്ധപ്പെട്ടവരെ ആദരിക്കുക, അവരെ കണ്ടെത്തുക, അവരെ വളർത്തുക. അതിപ്പോൾ ഗാനമാവാം, കവിതയാവാം, കഥയാവാം, അങ്ങനെ വിവിധ കലാമേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാംസ്കാരിക വേദി സർഗലയെ രൂപീകരിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു ഉദ്ദേശപ്രകാരം എല്ലാ മാസവും ഏതെങ്കിലും ഒരു പ്രോഗ്രാം ഇങ്ങനെ നടത്തുക എന്നുള്ളതാണ് ഇതൊരു ഉദ്ദേശിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ പ്രഥമ പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത്. നമുക്കറിയാം, 2024 വർഷം അവസാനിച്ചതും 2025 വർഷം ആരംഭിച്ചതും മലയാള സാഹിത്യ ലോകത്തിന് നികത്താനാവാത്ത 2 നഷ്ടങ്ങളിലൂടെയാണ്. ചാലക്കുടി നഗരസഭയും പൗലോസ് താക്കോൽക്കാരൻ ഫൗണ്ടേഷനും സംയുക്തമായി പൗലോസ് താക്കോൽക്കാരൻ അനുസ്മരണം നടത്തി. MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. പൗലോസ് താക്കോൽക്കാരന്റെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരം വ്യക്തികൾക്ക് നൽകാതെ സ്ഥാപനത്തിന് സമർപ്പിച്ചു. കൂടപ്പുഴ അനുഗ്രഹ സദന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ടാണ് പുരസ്കാരം നൽകുവാൻ തീരുമാനിച്ചതെന്ന് സംഘാടകർ പറഞ്ഞു. നഗരസഭാ ചെയർമാൻ ഇൻചാർജ് ആലിസ് ഷിബു അധ്യക്ഷത വഹിച്ചു. ചെയർമാൻ അഡ്വക്കേറ്റ് CT സാബു, സെക്രട്ടറി US അജയകുമാർ, ജെയ്സൺ താക്കോൽക്കാരൻ, മുൻ MLA BD ദേവസി, പാർലമെന്ററി പാർട്ടി ലീഡർ CS സുരേഷ്, പുരസ്കാര സ്വീകർത്താവ് സിസ്റ്റർ റെജി കൂവള്ളൂർ, അഡ്വക്കേറ്റ് PI മാത്യു, സുഭാഷ് ചന്ദ്രദാസ്, N കുമാരൻ, അഡ്വക്കേറ്റ് PP പീറ്റർ തുടങ്ങിയവർ സംസാരിച്ചു. പൗലോസ് താക്കോൽക്കാരൻ ഫൗണ്ടേഷൻ നിർമ്മിച്ചു നൽകിയ 11ാമത്തെ വീടിന്റെ താക്കോൽദാനവും 12 വീടിന്റെ ധാരണാപത്രവും ചടങ്ങിൽ കൈമാറി. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ പട്ടികജാതി വിഭാഗങ്ങൾക്കുള്ള 500 കോടി രൂപയുടെ പദ്ധതികൾ അട്ടിമറിച്ച LDF സർക്കാരിന്റെ ജനദ്രോഹ നയത്തിനെതിരെ പട്ടികജാതി മോർച്ച മാള മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാളയിലെ MLA ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. BJP ജില്ലാ കമ്മിറ്റി അംഗം KP ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. 1730 കോടി രൂപയാണ് പട്ടികജാതി വിഭാഗത്തിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് കേരളത്തിൽ കഴിഞ്ഞ ബജറ്റിൽ നീക്കി വെച്ചിരുന്നത്. അതിൽ നിന്നും 500 കോടി രൂപയാണ് കേരള ഗവൺമെൻറ് അതിൽ നിന്നും വെട്ടിക്കുറച്ചിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ബജറ്റിൽ ധനമന്ത്രി ബാലഗോപാൽ ഒരു പ്ലാൻ B എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിരുന്നു. എന്താണ് പ്ലാൻ B? നമുക്കറിയാലോ, 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നും കിംഫി വഴിയുമൊക്കെ കോടിക്കണക്കിന് രൂപ കടമെടുത്തുകൊണ്ട് നിത്യവൃത്തി കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞ് വീണ്ടും പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ
ബാലഗോപാൽ ധനമന്ത്രിയായി. അദ്ദേഹം ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചും കിംഫിയും ഒക്കെ നിർത്തിവെച്ചു. പകരം എൻ്റെ കയ്യിൽ ഒരു പ്ലാൻ ബി ഉണ്ട് എന്ന് പറഞ്ഞു. ഷാജു മറ്റത്തിൽ അധ്യക്ഷത വഹിച്ചു. BJP മാള മണ്ഡലം പ്രസിഡന്റ് KS അനൂപ്, CS അനുമോദ്, വൈസ് പ്രസിഡന്റ് KG മോഹനൻ, KV രാജു, രാജൻ, VD അംബുജാക്ഷൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പുത്തഞ്ചിറ പഞ്ചായത്തിൽ തോട്ടിലെ ചെളിമണ്ണ് സ്വകാര്യ വ്യക്തി കോരി മാറ്റിയതായി പരാതി. മേക്കാളി പേന്തുരുത്ത് തോട്ടിലെ ചെളിയാണ് കോരി മാറ്റിയത്. തൃശൂർ കാഞ്ഞാണിയിൽ ആംബുലൻസ് തടഞ്ഞുള്ള ബസ്സുകളുടെ മത്സരയോട്ടം. അത്യാസന്ന നിലയിലായ രോഗിയുമായി ആംബുലൻസിനെ കാഞ്ഞാണി സിംല തിയേറ്ററിന് മുന്നിൽ വഴിമുടക്കിയ 3 സ്വകാര്യ ബസ്സുകൾക്കെതിരെ പോലീസ് നടപടിയെടുത്തു. എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ ബോട്ടും മത്സ്യത്തൊഴിലാളികളെയും അഴീക്കോട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ സംഘം രക്ഷപ്പെടുത്തി. അഴീക്കോട് സ്വദേശി പ്രവീണിന്റെ ഉടമസ്ഥതയിലുള്ള മെലൂഹ ബോട്ടും തൊഴിലാളികളെയുമാണ് ഫിഷറീസ് സംഘം രക്ഷപ്പെടുത്തിയത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.